ചക്കയും ബീഫും വെച്ച് കഴിച്ചിട്ടുണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ചതച്ച കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് അതും കൂടെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ചക്ക ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ചക്ക എന്ന് പറയുന്നത് നല്ല പൊടിയുള്ള നല്ല ചക്ക തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല സൂപ്പർ ചക്കയാണ്. അപ്പോൾ അത് കഷ്ണങ്ങളാക്കി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബീഫിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ചക്കയിലേക്കും കൂടെ ഉള്ള ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചക്കയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. വിസിൽ വരണമെന്നില്ല കേട്ടോ. അപ്പോൾ ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു ചക്കയും ബീഫും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതാ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ചക്കയും ബീഫും വെച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്